നീ എന്നെ അങ്ങോട്ട് എത്തി നോക്കി ഇരിക്കണേ ഇങ്ങോട്ട് കുറേ നേരമായല്ലോ അവരവിടെ ഇല്ലാതാനും. അവരവിടെ ഇല്ലെങ്കിലേ അവിടെ കുറേ നല്ല ചേമ്പുന്നാൾ കിട്ടണ്ടേ. അപ്പോൾ എന്നോട് അവർ പറഞ്ഞായിരുന്നേ, നാളെ ചേച്ചിക്ക് വേണേ ചേമ്പുന്നാൾ കണ്ടിച്ചു, അത് തോരൻ വെക്കാൻ നല്ലതാണ്. അന്നേരം എനിക്ക് തോന്നി അത് വേണ്ട, ഒരു നാണക്കേടാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ചേമ്പുന്നാൾ ഇഷ്ടമായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പിന്നെ അവരങ്ങ് പോകുന്നുണ്ട്. അപ്പൊ രണ്ടെണ്ണം കണ്ടിച്ചെടുത്താലോ. അത് കൊള്ളാം. ആരും ഇല്ലാത്ത വീട്ടിൽ നിന്ന് ചേമ്പുന്നാൾ കണ്ടിച്ചെടുക്കുക. നീ എന്നെ കഴിഞ്ഞ ജന്മം വല്ല മോഷ്ടാവുമല്ലായിരുന്നു? അല്ല കേട്ടോ, എന്റെ അമ്മ എപ്പോഴും പറയുവേ ഞാൻ കഴിഞ്ഞ ജന്മത്തെ രാഷ്ട്രീയക്കാരത്തിയായിരുന്നു. ഓ പിന്നെ ആണോന്ന്. എന്തായാലും കാരണം എന്നാന്നറിയോ, ഞാൻ അമ്മയെ കാണുമ്പോൾ എല്ലാം അമ്മയ്ക്ക് ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കുവേ. ഞാൻ നൈറ്റി വാങ്ങിത്തരും, സാരി വാങ്ങിത്തരും, കമ്മൽ വാങ്ങിത്തരും, മാല വാങ്ങിത്തരും. ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല. അല്ല, വാഗ്ദാനം കൊടുക്കാൻ വലിയ മുടക്കൊന്നുമില്ല. ഇപ്പോഴും അമ്മ പറയേ ഇവിടെ കഴിഞ്ഞ ജന്മത്തെ രാഷ്ട്രീയക്കാരത്ത് തന്നെയായിരുന്നു എന്ന് പറയും. അല്ലാതെ ഞാൻ കഴിഞ്ഞ ജന്മത്ത് മോഷ്ടാവൊന്നും ആയിരുന്നില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. അങ്ങനെ ഇതെന്നാ നിന്റെ കയ്യിലേ ഇരിക്കുന്നുള്ളൂ? അതിനാ ഇതോ? ഇത് ഒരു ബെഡ്ഷീറ്റാ, കണ്ടോ? ബെഡ്ഷീറ്റ് കൊള്ളാവോ? ബെഡ്ഷീറ്റ് നല്ല അടിപൊളി ബെഡ്ഷീറ്റാ. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാ കേട്ടോ. കടയിൽ നല്ലാണ്ട് തന്നെ നീ ഉണ്ടാക്കുന്നില്ലെന്ന് എനിക്കറിയാം. അല്ല, നിങ്ങൾ ചിലപ്പോൾ പറയും ഞാൻ ഇതും വെല്ലോറിയും എടുത്തോണ്ട് വരുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സംശയിക്കണം, എന്നാലും ആയിക്കോട്ടെ. സംശയിക്കണ്ട, കടയിൽ നിന്ന് മേടിച്ചത് തന്നെയാ. അപ്പം ഞാൻ ചേമ്പുന്നാൾ കയറി പൊക്കോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും അവരോട്. അവരോട് പറഞ്ഞു കൊടുത്താൽ അവരെന്നോട് എടുത്തോളാൻ പറഞ്ഞു.